ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിലിന്റെ വില കുറയുന്നു. പക്ഷെ ഒരു കാര്യമില്ല, നമ്മുടെ രാജ്യത്ത് ഇന്ധനവില വീണ്ടും കൂട്ടിയിരിക്കുകയാണ്. ഡീസലിന് ₹2.71 പെട്രോളിന് ₹2.61 കൂട്ടിയിരിക്കുന്നത്. രണ്ടാഴ്ചക്കിടെ ഇത് 4ാം തവണയാണ് വില വർധന. ഗൂഗിൾ എന്ന് നമുക്ക് ആഗ്രഹിക്കാം, പക്ഷെ അത് എത്രത്തോളം സാധ്യമാകുമെന്നുള്ളത് നമുക്ക് നിലവിലെ സാഹചര്യത്തിൽ പറയാൻ കഴിയില്ല. കാരണം നേരത്തെ പ്രവീണ സൂചിപ്പിച്ചതുപോലെ 2 ആഴ്ച എന്ന് നമുക്ക് തികച്ച് പറയാൻ കഴിയില്ല. കാരണം ഏതാണ്ട് ഒരാഴ്ച പിന്നിടുമ്പോൾ 3 തവണയാണ് വർധനവുണ്ടായത്. അത് ഏതാണ്ട് 5 രൂപയോളം വർധനവുണ്ടായിരുന്നു. ആദ്യഘട്ടത്തിൽ 3 രൂപ വർദ്ധിച്ചു, അതിന് പിന്നാലെ 90 പൈസ വർധനവുണ്ടായി. അങ്ങനെ 4 രൂപയോളമാണ് 2 ഘട്ടങ്ങളിലായി വർദ്ധിച്ചത്. പിന്നാലെയാണ് കഴിഞ്ഞ 3 ദിവസത്തിനിടെ വീണ്ടും ഒരു നേരിയ വർധനവ് കൂടി ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ ഒരു 5 രൂപയോളം ഇതിനോടകം തന്നെ വർധനവുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ 2 ആഴ്ച തികയുന്നതിന് മുൻപേ വീണ്ടും ഒരു വർധനവ് കൂടിയാണ് ഇതിലുണ്ടായിരിക്കുന്നത്. അത് 2 രൂപയോളം അടുത്താണ് പെട്രോളിനും ഡീസലിനും വില വർദ്ധിച്ചിരിക്കുന്നത്. ഡീസലിന് ₹2.71 വർദ്ധിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ പെട്രോളിന് ₹2.61 വർദ്ധിച്ചിരിക്കുകയാണ്. ഡൽഹിയിലെ കണക്കുകളിലേക്ക് വരുമ്പോൾ ഡൽഹിയിൽ പെട്രോളിന് ₹95.20 എന്ന നിലയിലാണ്, ഡീസലിന് ₹95.20 എന്ന നിലയിലാണ് ഈ വർധനവ് ബാധിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ പെട്രോളിന് ₹102.12 എന്ന നിരക്കിലും വർധനവുണ്ടായിട്ടുണ്ട്. രാജ്യത്ത് ഒരു ഇന്ധനക്ഷാമം ഇല്ല എന്നൊക്കെയാണ് കേന്ദ്രം അവകാശപ്പെടുന്നത്. അങ്ങനെയുള്ള വിശദീകരണം നൽകുന്നുണ്ട്. എല്ലാ പെട്രോൾ പമ്പുകളിലും ലഭ്യത ഉറപ്പാക്കിയിട്ടുണ്ട്. ഒരു ഇന്ധനക്ഷാമത്തിലേക്ക്, ഒരു പ്രതിസന്ധിയിലേക്ക് നമ്മൾ പോകുന്നില്ല എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഈ അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില ഇങ്ങനെ ഉയരുന്നതാണ് ഈ വില കൂട്ടുന്നതിന് ഇടയാക്കുന്നതെന്നാണ് നൽകുന്ന വിശദീകരണം. പക്ഷേ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അവരെ വീണ്ടും ആശങ്കപ്പെടുത്തുന്നത് തന്നെയാണ്. നമ്മൾ ഗൂഗിൾ പറഞ്ഞതുപോലെ ഇത് വീണ്ടും ഏതാണ്ട് ഈ വില വർധനവ് ഏതാണ്ട് 8 രൂപയോളം അടുത്താണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയുള്ള തവണകളിലായി വർദ്ധിപ്പിച്ചിരിക്കുന്നത്.